സുധാകരന്റെ ഒരു തണലിൽ രാഷ്ട്രീയ രംഗത്ത് ജില്ലയിൽ കയറി വന്നത്? നമ്മുടെ ഈ ശരിക്കും പറയുകയാണെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് നമ്മുടെ വളർച്ചയിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഗോഡ് ഫാദർ നമ്മുടെ കേരള രാഷ്ട്രീയ ഇപ്പം KC വേണുഗോപാൽ സാർ ഇപ്പം AICC സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി. ശരിക്കും അദ്ദേഹവും അതുപോലെ തന്നെ ശ്രീ ടി സിദ്ദിഖിൻ്റെ ഒരു രാഷ്ട്രീയ ഗുരുവായിട്ട് അദ്ദേഹം പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടി സാറിനെയാണ്. അതുപോലെ PC വിഷ്ണുദാസ് ഉമ്മൻചാണ്ടി സാറാണ് എൻ്റെ രാഷ്ട്രീയ ഗുരു എന്ന് പറയുന്നത്. അതുപോലെ KC വേണുഗോപാൽ, G കാർത്തികൻ ഉൾപ്പെടെ K കരുണാകരൻ്റെ ഒരു തണലിൽ വളർന്നു വന്നവരാണ്. അപ്പോൾ അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദിനെ സംബന്ധിച്ച് ഇതിനു മുമ്പ് സൂചിപ്പിച്ചു, അതിലാണെന്ന് എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ എങ്കിലും ഒരു രാഷ്ട്രീയ ഗുരു എന്ന് പറയാൻ K സുധാകരൻ സാറാണോ? രാഷ്ട്രീയ രംഗത്ത് കൈപിടിച്ചുയർത്തിയത് പ്രാദേശികമായ നേതാക്കന്മാരാണ്. അവരുടെ ഒരു താല്പര്യം അന്നത്തെ ചെറുപുഴയിലെ പ്രാദേശിക നേതാക്കന്മാരാണ് ജില്ലാ രാഷ്ട്രീയത്തിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തിയത്. അതിൽ എല്ലാവരുടെയും സഹായമുണ്ട്. ശ്രീ K കുഞ്ഞികൃഷ്ണൻ നായർ, അതുപോലെ ശ്രീ V കൃഷ്ണൻ മാസ്റ്റർ, അതുപോലെ അന്നത്തെ നേതൃനിരയിലിരുന്ന ശ്രീ കാവാലൻ തങ്കച്ചൻ, ശ്രീ റോഷി ജോസ്, ശ്രീ അഡ്വക്കേറ്റ് ടോണി ജോസഫ്, കുഞ്ഞമ്പു നായർ, അങ്ങനെ ഒരുപാട് നേതാക്കന്മാരുടെ സഹായം നേതൃരംഗത്തേക്ക് കടന്നു പോകാൻ വേണ്ടി ലഭിച്ചിട്ടുണ്ട്. പക്ഷെ കണ്ണൂരെത്തി അന്നത്തെ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ റിജിൽ മാക്കുറ്റി, അദ്ദേഹം അഡ്വക്കേറ്റ് നൗഷാദ് വാഴവളപ്പില്, അവരൊക്കെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്ന് എന്താ പറയാ, നേതൃരംഗത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് ശ്രീ K സുധാകരൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതിഞ്ഞതിൽ പിന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്കത്തേക്ക് കടന്നു വന്നത്. പിന്നീട് ജില്ലക്ക് പുറത്ത് കണ്ണൂർ ജില്ലയിലെ എല്ലായിടത്തും അദ്ദേഹം തന്നെയാണ് അദ്ദേഹം ഒരു വേള ഭാര്യയോട് പറഞ്ഞു, നമുക്ക് ആ മക്കള് മൂന്ന് ആൺകുട്ടികളാണ് എന്ന് പറഞ്ഞു. എന്നെ ഒരു ദിവസം വീട്ടിൽ അദ്ദേഹത്തിന്റെ പയ്യാമ്പലത്തെ വാടക വീട്ടിലേക്ക് വെക്കുമ്പോൾ, കാരണം എപ്പോഴും ഞാൻ കണ്ണൂരാണല്ലോ പഠിക്കുന്നത്, എപ്പോൾ വീട്ടിൽ വന്നാലും ഭക്ഷണം വാങ്ങിത്തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീ K സുധാകരന്റെ വലിയൊരു പ്രോത്സാഹനവും പിന്തുണയും ഒരു മകനെ പോലെ തന്നെയാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. ആദ്യമായി നല്ലൊരു മൊബൈൽ വാങ്ങിത്തന്നത് അദ്ദേഹമാണ്, ഒരു നല്ല ബാഗ് വാങ്ങിത്തന്നത് അദ്ദേഹമാണ്. ഞാനിങ്ങനെ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ശ്രീ K സുധാകരന്റെ വാത്സല്യവും പിന്തുണയും പ്രോത്സാഹനവും ഈ നിമിഷം വരെ അദ്ദേഹം ധർമ്മടത്തെ സ്ഥാനാർത്ഥിയായപ്പോൾ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഇപ്പോഴും ആ ആത്മബന്ധം, ഒരു മകനോളം വാത്സല്യം തന്ന് ജില്ലയിലെ രാഷ്ട്രീയത്തിനകത്ത് ഉയർത്തിക്കൊണ്ടുവന്നത് അദ്ദേഹമാണ്. പിന്നീട് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കടന്നു പോകുന്നത്, കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു പോകുന്ന ശ്രീ ജോസഫ് ആഴ്ക്കനും അദ്ദേഹത്തിലൂടെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എറണാകുളം MP ഹൈബി ഈഡനും ശ്രീ റോജി M ജോണും അവരാണ് KSUവിന്റെ സംസ്ഥാന നേതൃനിരയിൽ എന്നെ എന്താ പറയുക പ്ലേസ് ചെയ്യുന്നതും മത്സരിക്കാൻ എല്ലാവിധ നേതൃത്വം നൽകുന്നതും അവരുടെ രണ്ടുപേരുടെയും സഹായമാണ്. രണ്ടുപേരും ഒരുപോലെ സഹായിച്ചു. കാരണം മുൻ NSU പ്രസിഡന്റുമാരായിരുന്നല്ലോ. അങ്ങനെ പിന്നീട് ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന്റെ വലിയ പ്രോത്സാഹനം ലഭിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം KPC പ്രസിഡന്റ് ആയിരുന്നു, അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന കാലത്തും അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലത്തെല്ലാം അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച പിന്തുണ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഒരുപക്ഷെ ആ ഒരു പിന്തുണ സമീപകാലത്ത് ആർക്കും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ രീതിയിലുള്ള ഒരു പിന്തുണ അദ്ദേഹം തന്നിട്ടുണ്ട്. പക്ഷെ അതേസമയം എല്ലാവരുമായിട്ടും വളരെ ആത്മബന്ധം ഉണ്ടായിരുന്നു. ശ്രീ VD സതീശൻ, അദ്ദേഹം MLA ആയിരിക്കുന്ന കാലത്ത് എൻ്റെ കല്യാണത്തിനായിട്ട് കണ്ണൂരിൽ വന്നിട്ടുണ്ട്. ശ്രീ KC വേണുഗോപാൽ, ആത്മബന്ധം അദ്ദേഹമായിട്ട് അന്നും ഇന്നും ഉണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ പാർലമെന്റിലേക്ക് വളരെ സജീവമായി എൻ്റെ പേര് പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത അദ്ദേഹമാണ്. അതുപോലെ ഇന്നും ആ ആത്മബന്ധം അദ്ദേഹം ചേർത്ത് പിടിക്കുന്നുണ്ട്. അതുപോലെ ശ്രീ KC വേണുഗോപാൽ MP, അദ്ദേഹവും KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് നേതൃരംഗത്ത് നിൽക്കാൻ വളരെ പിന്തുണ നൽകിയ ഒരാളാണ്. അദ്ദേഹവും ഈ ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എടുത്ത തീരുമാനം ആദ്യത്തത് അദ്ദേഹത്തിൻ്റെതായിരുന്നു. ശ്രീ KC വേണുഗോപാൽ MPയുടെ ആയിരുന്നു ധർമ്മടത്ത് മത്സരിക്കാൻ എടുത്ത തീരുമാനം. ഇവരെല്ലാവരും കൂടിയാണ് എന്നെ വിളിച്ചറിയിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ ഫോണിൽ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവറുകളാണ്. പക്ഷെ തീരുമാനം ആദ്യം എടുക്കുന്നത് KPC പ്രസിഡന്റും ബഹുമാനായ ശ്രീ KC വേണുഗോപാൽ MPയുമാണ്. അപ്പോൾ അങ്ങനെ എല്ലാ നേതാക്കന്മാരുടെയും പിന്തുണയും പ്രോത്സാഹനവും. ശ്രീ AP അനിൽകുമാർ, അദ്ദേഹം ഞാൻ അഭിഭാഷകനായപ്പോൾ എനിക്ക് എൻറോൾ ചെയ്യാൻ വേണ്ടി അഭിഭാഷകനായുള്ള കോട്ടും ഗൗണും ഒക്കെ വാങ്ങി തന്ന അദ്ദേഹമാണ്. അങ്ങനെ എല്ലാവരുടെയും മുരളിയേട്ടനുമായിട്ട് വളരെ അടുത്ത ആത്മബന്ധമാണ്. ഞാനങ്ങനെ ചിന്തിക്കാറുണ്ട്, പ്രത്യേകിച്ച് എല്ലാ നേതാക്കന്മാരുമായും അടുത്ത് ഇടപഴകാനും ബന്ധം സ്ഥാപിക്കാനും കഴിയുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് അപൂർവമാണ്. കറക്റ്റ്. അത് വളരെ നല്ല രീതിയിൽ ആ സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നമുക്ക് വീണ്ടും ധർമ്മടത്തേക്ക് എത്താം. കാരണം ഈ ധർമ്മടം മണ്ഡലം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കണ്ണൂർ താലൂക്കും തലശ്ശേരി താലൂക്കിലെയും കൂടെ കൂടിയിട്ട് ഒരു 8 പഞ്ചായത്തുകൾ ചേരുന്നതാണ് ഈ ധർമ്മടം മണ്ഡലം. അതായത് മുഴുപ്പിലങ്ങാട്, പെരളശ്ശേരി, പിണറായി, കടമ്പൂര്, ചെമ്പിലോട്, അഞ്ചരക്കണ്ടി,
അങ്ങനെ വേങ്ങാട് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 6 റൗണ്ട് ഏകദേശം 7600 ചില്ലറ വോട്ടിന്റെ ലീഡ് നേടുന്ന ഒരു അവസരം. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്നാ പറയേണ്ടത്, ആദ്യത്തെ ഏകദേശം ഒരു 10 സമയം വരെ 8 മണിക്ക് വോട്ടെണ്ണൽ 12 മണി സമയത്ത് പുറകിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ്. അപ്പം ശരിക്കും അവിടെ സംഭവിച്ച ഒരു കാര്യം എന്താണ്? അതായത് കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളം മുഴുവൻ UDF ഒരു തരംഗം ഉണ്ടായിട്ടുണ്ട്. ആ തരംഗത്തിലും UDF-നോടൊപ്പം നിൽക്കാത്തൊരു പ്രദേശമാണ് ഈ ധർമ്മടം. കാരണം ആ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി രൂപീകരിച്ച് തന്നെ ഇടതുപക്ഷത്തിന് വേണ്ടിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ നഗരങ്ങളൊന്നുമില്ല. തലശ്ശേരിയുടെ ഭാഗമാണ്, കൂത്തുപറമ്പിന്റെ ഭാഗമാണ്, കണ്ണൂരിന്റെ ഭാഗമാണ്, മട്ടന്നൂരിന്റെ ഭാഗമാണ്. ഇതിന്റെ ഇടയിലുള്ള 8 പഞ്ചായത്തുകൾ, അതിൽ 8 പഞ്ചായത്തും CPM ആണ് ഭരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഒരുപാട് പഞ്ചായത്തുകൾ മാറി, കൊല്ലം കോർപ്പറേഷൻ ഉൾപ്പെടെ മാറി. വലിയ മാറ്റം ഉണ്ടായപ്പോഴും ഒരു പഞ്ചായത്തിൽ പോലും UDF-നെ ജയിപ്പിക്കാത്ത ജനമാണ് അവിടുത്തെ. അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഗ്രാമങ്ങൾ, കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങൾ, കോൺഗ്രസ് ഒരു കാലത്തും ഒരു വാർഡിൽ പോലും ജയിക്കാത്ത പിണറായി പഞ്ചായത്ത് ഒരു വശത്ത്, അതുപോലെ തന്നെ പാർട്ടി പറന്ന മണ്ണാണ് പിണറായി, പാറപ്പുറം ഉൾപ്പെടുന്ന CPM-ന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദയം കൊണ്ടൊരു മണ്ണാണ്. അതുപോലെ പെരളശ്ശേരി AKG-യുടെ നാട്, അത് ഒരുപാട് പാർട്ടി ഗ്രാമങ്ങളുണ്ട്, മാവിലായി എല്ലാവർക്കും അറിയാം. അതുപോലെ ധർമ്മടം പഞ്ചായത്തിൽ ഒരു കോൺഗ്രസ് മെമ്പർമാർ പോലും ഇല്ല. ധർമ്മടം പഞ്ചായത്തിൽ ഇപ്പോൾ അത്ര വലിയ CPM-ന്റെ ശക്തി കേന്ദ്രമാണ്. മുഴപ്പിലങ്ങാടിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ചാണ്. ഭരണപക്ഷത്ത് CPM ആണ്, പ്രതിപക്ഷത്ത് SDP ആണ്. 5 കോൺഗ്രസിന്റെ ഒരു മെമ്പറാണ് ഉള്ളത്. അതുപോലെ തന്നെ കടമ്പൂർ പഞ്ചായത്ത് മുമ്പ് കോൺഗ്രസ് ഭരിച്ചിരുന്നതാണ്, പക്ഷെ ഇടതുപക്ഷം ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ്, അവർ പിടിച്ചെടുത്തൊരു പഞ്ചായത്താണ്. പിന്നെ വേങ്ങാട് പഞ്ചായത്ത് ഒരു കാലത്ത് പിണറായി വിജയന്റെ വീടിരിക്കുന്ന പഞ്ചായത്താണ്, UDF ഭരിച്ചിട്ടില്ലാത്ത പഞ്ചായത്താണ്. വലിയ ഭൂരിപക്ഷം CPM-ന്റെ ഒരുപാട് പാർട്ടി ഗ്രാമങ്ങളുള്ള ഒരു സ്ഥലമാണ്. പിന്നീട് ചെമ്പിലോട് പഞ്ചായത്ത് ഒരു കാലത്ത് UDF ഭരിച്ചിട്ടില്ലാത്ത ഒരു പഞ്ചായത്താണ്. അഞ്ചരക്കണ്ടി പഞ്ചായത്ത് സമാനമായ രീതിയിൽ CPM-ന് വലിയ ആധിപത്യമുള്ള പഞ്ചായത്താണ്. ഇതാണ് 8 പഞ്ചായത്തുകൾ. ഇതിൽ മുഴപ്പിലങ്ങാടും ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഇടതുപക്ഷം ഭരിക്കുകയാണ്. ഈ 8 പഞ്ചായത്തും ഭരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് ഇടതുപക്ഷം ഭരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് ഈ പ്രദേശത്തെ മെമ്പർമാർ, CPM മെമ്പർമാർ ജയിക്കുന്നത്. ആ പ്രദേശത്തേക്കാണ് ഞാൻ ഒരു സ്ഥാനാർത്ഥിയായി കടന്നു പോകുന്നത്. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം 51,000-ഓളമാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ പെട്ടെന്നൊരു സെക്കൻഡിലാണല്ലോ തളിപ്പറമ്പ്, കാരണം എല്ലാം സെറ്റ് ചെയ്തു വെച്ച് 5 വർഷമായി മത്സരിക്കണം, ജയിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി തളിപ്പറമ്പിൽ പ്രവർത്തിച്ച് തളിപ്പറമ്പിൽ നിൽക്കുക. അപ്പൊ തളിപ്പറമ്പിൽ വോട്ടർ പട്ടിക പ്രവർത്തനമൊക്കെ നടത്തുമായിരുന്നു. ഞാൻ അവിടുത്തെ നേതാക്കന്മാരിരുന്ന് വോട്ടിങ്ങനെ തരംതിരിക്കുകയായിരുന്നു, LDF, UDF, BJP. ആ സമയത്താണ് KPC പ്രസിഡന്റ് നിർദ്ദേശം വരുന്നത്, ധർമ്മടത്ത് തളിപ്പറമ്പിൽ ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്, TK ഗോവിന്ദൻ പാർട്ടിയിലേക്ക് വരികയാണ്, മുന്നണിയിലേക്ക് വരികയാണ്, സ്വതന്ത്രനായി മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനം എടുത്തിരിക്കുകയാണ്. പാർട്ടി എന്നെ ബോധ്യപ്പെടുത്തി. DCC-ലൊക്കെ യോഗമൊക്കെ വിളിച്ച നേതാക്കന്മാരൊക്കെ ഒരുമിച്ചിരുന്നെടുത്ത തീരുമാനമാണ്. അപ്പൊ ധർമ്മടത്ത് മത്സരിക്കണം. അതിനുശേഷം വളരെ പെട്ടെന്നാണ് ഈ പ്രവർത്തനങ്ങൾക്കിടയിൽ പറയുന്നത് ധർമ്മടത്ത് മത്സരിക്കണം. ഞാൻ സത്യം പറഞ്ഞാൽ എന്താ പറയാ, ആദ്യം എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു നിമിഷം പകച്ചു പോയി. പക്ഷേ പാർട്ടി ഒരു ചുമതല ഏൽപ്പിക്കുകയാണ്, ധർമ്മടമാണ്. അപ്പൊ എന്നോട് KPC പ്രസിഡന്റ് പറഞ്ഞത്, കേരളത്തിലെ 2 സ്റ്റാർ മണ്ഡലങ്ങളാണ്. ഒന്ന് പേരാവൂരിൽ ഞാൻ മത്സരിക്കുന്നു ശൈല ടീച്ചർക്കെതിരെ. രണ്ടാമത്തെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം, തമാശക്ക് എന്നെ ഒരു ആശ്വസിപ്പിക്കാൻ പറഞ്ഞാണ്, അത് ധർമ്മടായിരിക്കും, താൻ ധൈര്യമായി മത്സരിക്കുന്നു, ധൈര്യപൂർവ്വം മത്സരിക്കും, ബാക്കി പാർട്ടി തീരുമാനം ഔദ്യോഗികമായി അറിയിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹമാണ് ആദ്യമായിട്ട് പറയുന്നത് ഇങ്ങനെ ഒരു തീരുമാനം നേതൃരംഗത്ത് ഇങ്ങനെ ചർച്ചയിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇതിന്റെ ഔട്ട്ലൈൻ എടുത്തു പോയി. കാരണം അങ്ങനെ ധർമ്മടം എന്നെ സംബന്ധിച്ചൊരു പരിചയമുള്ള മണ്ഡലമല്ല, ഞാൻ അവിടുത്തെ വോട്ടറല്ല. അപ്പോൾ ഞാൻ അവിടെ പാലയാട് ക്യാമ്പസിൽ പഠിച്ചൊരു ബന്ധുവും ഇപ്പോൾ ഭാര്യപിതാവിന്റെ നാട് അവിടെയാണ്, പെരളശ്ശേരി പഞ്ചായത്തിൽ പൊതുവെ ആ ഒരു ചെറിയൊരു ബന്ധം മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ പെട്ടെന്ന്, പിന്നെ സമയം കളയാനല്ലല്ലോ, പാർട്ടിയുടെ തീരുമാനം എടുക്കാൻ പോവാണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ മണ്ഡലത്തിൽ എൻ്റെ ചീഫ് ഏജന്റായ അഡ്വക്കേറ്റ് ER വിനോദിന്റെ അടുത്ത് പോയി അദ്ദേഹവുമായി സംസാരിച്ചു. വളരെ പെട്ടെന്ന് മണ്ഡലത്തിന്റെ ഒരു മൊത്തത്തിലൊരു ചിത്രം പഠിച്ചെടുത്തു. നേതാക്കന്മാരുമായി ഒട്ടും സമയം കളഞ്ഞില്ല, വളരെ വേഗത്തിൽ തന്നെ ബ്ലോക്ക് പ്രസിഡന്റുമാരുമായി മണ്ഡല പ്രസിഡന്റുമാരായി ലീഗിന്റെ നേതാക്കന്മാരായിട്ട് കമ്മ്യൂണിക്കേഷൻ നടന്നു. വിത്തിൻ അവേഴ്സ്, മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവിടുത്തെ കൃത്യമായും അതിന്റെ നെറ്റ്വർക്ക്, നമ്മൾ ഈ സ്ഥിരമായി പാർട്ടി പരിപാടികൾക്ക് പങ്കെടുക്കുന്നതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അവർക്ക് എന്നെ സംബന്ധിച്ച് ഞാനൊരു പുതുമുഖമല്ല. അവർ വലിയ ഹാപ്പി ആയിരുന്നു, വലിയ സന്തോഷത്തിലായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി ആവുന്നുള്ള മെസ്സേജ് വരുന്നു. എല്ലാവരും വളരെ, കാരണം അതുവരെ ഒരു ആലസ്യത്തിലായിരുന്നു, ആരെങ്കിലും വന്ന് മത്സരിക്കും പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ ഘടകകക്ഷിക്കാവുന്നൊക്കെ ഉള്ള രീതി സൂചന കൊണ്ട് വോട്ടർ പട്ടിക പ്രവർത്തനം പോലും അങ്ങനെ കാര്യക്ഷമമായി നടന്നൊരു സ്ഥലമല്ല. പക്ഷേ മത്സരരംഗത്തേക്ക് ഞാൻ വരുന്നു എന്നറിഞ്ഞ ഉടനെ തന്നെ വളരെ പെട്ടെന്ന് യോഗം
അത് ഞാൻ എങ്ങനെ നടന്നു എനിക്കിപ്പോഴും വ്യക്തമല്ല. വളരെ പെട്ടെന്ന് തന്നെ ബ്ലോക്ക് പ്രസിഡന്റ് രണ്ടുപേരും യോഗങ്ങൾ വിളിച്ചു, പാർട്ടി യോഗങ്ങൾ വിളിച്ചു, വളരെ പെട്ടെന്ന് മുന്നണി യോഗം വിളിച്ചു. പിന്നീട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗിക വന്ന ഉടനെ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നേതൃയോഗം ചേർന്നു. അതുപോലെ തന്നെ പാർട്ടിയുടേതായ എല്ലാ പ്രവർത്തനവും വളരെ എന്താ പറയുക സിസ്റ്റമാറ്റിക്കായ രീതിയിലേക്ക് വളരെ പെട്ടെന്ന് മാറി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വന്നു. പക്ഷെ അപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് സ്വന്തമായിട്ടൊരു ഓഫീസ് എടുക്കാൻ 4 ദിവസം കഴിഞ്ഞു. ബിൽഡിംഗ് ആരും വിട്ടാനും തയ്യാറല്ല, എല്ലാ ലോക്കൽ ബോഡികളും അവരുടെ കയ്യിലല്ലേ. അവസാനം അമ്പറം ദിവാകരന്റെ നേതൃത്വത്തിലുള്ള ഒരു സൊസൈറ്റിയുടെ പാർക്കിലാണ് അവിടെ ഒരു ഡാൻസ് ക്ലാസ് നടക്കായിരുന്നു. അത് ഒഴിവാക്കിയിട്ടാണ് അവിടെ ഒരു ഓഫീസ് ഇട്ടത്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ വേണ്ടി പറ്റി. ശരിക്കും ഈ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ മറ്റേ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രധാന പങ്ക് ഉണ്ട്. ഇപ്പം നമ്മുടെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഈ ഏറ്റവും അവസാനമായി നടന്ന ഒരു മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പുമായിട്ട് വന്ന് തന്നെ സോഷ്യൽ മീഡിയ ഒരു ഭയങ്കരമായ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ട്. ശരിക്കും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വളർച്ചയ്ക്ക് ശരിക്കും ജനങ്ങളോടുള്ള വിശ്വാസവും അവരോടുള്ള പ്രതിബദ്ധതയോടൊപ്പം തന്നെ ഈ ആധുനിക കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരം അത് ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് എത്രമാത്രം ഗുണമാണ്, അത് കൂടുതൽ ദോഷമാണ്, അതിനെക്കുറിച്ച് എന്താ പറയുക? തീർച്ചയായും ഹാർഡ് വർക്ക് ആയിരുന്നു പണ്ടത്തെ കാലത്ത്. ഇതിപ്പോൾ ഹാർഡ് വർക്ക് മാത്രം സ്മാർട്ട് വർക്കും കൂടെ വേണം. അതാണ് ഇന്നത്തെ കാലത്ത്. കാരണം കമ്മ്യൂണിക്കേഷന് ആളുകൾ കൂടുതൽ അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാൻ സോഷ്യൽ മീഡിയ ഡിപ്പെൻഡ് ചെയ്യുന്ന കാലം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി അല്ലെങ്കിൽ നമ്മളെ പറ്റി അറിയാൻ അല്ലെങ്കിൽ നമ്മളെ പറ്റി പരിചയപ്പെടുത്താൻ ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗം ഒരുപക്ഷെ ഒരു ദിവസം രാവിലെ 10 മണിക്ക് ഒരു പ്രോഗ്രാം നടന്ന് പിറ്റേ ദിവസത്തെ രാവിലത്തെ 10 മണിക്കത്തെ പത്രത്തിൽ അത് വരുന്നതോ അല്ലെങ്കിൽ ഒരു ദിവസത്തെ രാവിലത്തെ വാർത്ത വൈകുന്നേരത്തെ ചാനൽ വരുന്നതിനേക്കാൾ ഉപരി ഒരു ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വാട്സപ്പിന്റെ സ്റ്റാറ്റസിലോ വളരെ പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ട് നാടറിയാണ്, വിഷയങ്ങൾ ചർച്ച ചെയ്യാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് എത്താനുള്ള ഒരു മാർഗമായി നവമാധ്യമങ്ങളൊക്കെ മാറുകയാണ്. തീർച്ചയായും നവമാധ്യമങ്ങൾ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കാരണം ഞാൻ ഈ ധർമ്മടത്ത് തന്നെ പറയാൻ പലതും പാർട്ടി ഗ്രാമങ്ങളാണ്. നമുക്ക് കടന്ന് എല്ലാം ബൂത്തിലിരിക്കാൻ പോലും പറ്റാത്ത ബൂത്ത് ഇവിടെ ഈ ധർമ്മടത്തുണ്ട്. അപ്പൊ സ്വാഭാവികമായും അവരോടൊക്കെ കാര്യങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നവമാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ധർമ്മടത്ത് തെരഞ്ഞെടുപ്പിനകത്ത് ഈ വലിയ തലത്തിൽ 1,00,000 ലക്ഷത്തോളം വോട്ട് വർദ്ധിച്ചവിടെ 45,000-ൽ നിന്ന് 70,000-ഓളം ആയി. അതുപോലെ പിണറായി വിജയന്റെ ഭൂരിപക്ഷം 10,000-കണക്കിന് ഭൂരിപക്ഷം കുറഞ്ഞു. അപ്പോൾ ഈ റിസൾട്ടിൽ നവമാധ്യമങ്ങൾ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ഈ നവമാധ്യമങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ശരിക്കും അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ് ജനങ്ങളോട് സംവദിക്കുന്നതോടൊപ്പം തന്നെ കൃത്യമായിട്ട് നവമാധ്യമങ്ങളെ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് വ്യക്തമായി മനസ്സിലാകാൻ കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്നലെ തന്നെ ശ്രീ EDയുടെ ഒരു നമ്മുടെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ EDയുടെ ഒരു റെയ്ഡും കാര്യങ്ങളും വന്നു. അപ്പോൾ അബ്ദുൾ റഷീദിൻ്റെ ഒരു ഫേസ്ബുക്ക് കോട്ട്സ് ഞാൻ കൃത്യമായിട്ട് കാണാനുണ്ടായി. അതായത് നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്, മടിയിൽ കനമില്ലാത്തവന് എന്തിനു ഭയപ്പെടണം എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് കോട്ട്സ് ഇട്ടേക്കുന്നത് കണ്ടു. അതിനെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, ഞാനതാണ് പെട്ടെന്ന് ചോദിക്കാണ്. കാരണം പിണറായി വിജയൻ പൊതുവെ പറയുന്ന ഒരു ഡയലോഗാണ്, അതേ ഡയലോഗ് എടുത്ത് തിരിച്ചടിക്കുകയാണ്. മറുപടി ഇല്ല. നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പോസ്റ്റിന്റെ താഴെ മുഴുവൻ ആയിരക്കണക്കിന് തെറികളാണ്, തെറിവിളിയാണ്. എൻ്റെ പിതാവിന് നേരെ, എൻ്റെ മാതാവിന് നേരെ, എൻ്റെ കുടുംബാംഗങ്ങൾക്ക് നേരെ ഭീഷണിയാണ്. കാരണം മറുപടി ഇല്ലാത്ത, കാരണം നവമാധ്യമങ്ങളിലെ CPM-ന്റെ ഈ സൈബർ ഗുണ്ടകളാണ് കേരളത്തിലെ CPM-ന്റെ നാശത്തിന് കാരണം. ഇവർ CPM-ന്റെ അന്ത്യം കണ്ടിട്ട് അന്ധകരായിട്ട് മാറുകയാണ് കേരളത്തിലെ ഈ നവമാധ്യമങ്ങളിലെ ഗുണ്ടാപ്പട. അവർക്ക് ഒരു മാന്യതയും മര്യാദയില്ല. നാട്ടിൻപുറത്തെ CPM-കാരൻ എത്ര നല്ല രീതിയിൽ സംസാരിക്കും. ഇങ്ങനെയല്ല കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നത്. പിണറായി പാറപ്പുറത്ത് പിന്നെ വടവതി ബാപ്പുട്ടി എന്ന് പറയുന്ന ഒരു സാധാരണ ചെത്തുതൊഴിലാളിയുടെ ചെറ്റക്കൂട്ടിൽ ജനിച്ചു വീണ ഒരു പാർട്ടി ഈ കേരളത്തിൽ 10-100 വർഷക്കാലം കൊണ്ട് വളർന്നത് കഷ്ടപ്പാട് കൊണ്ടാണ്, അധ്വാനം കൊണ്ടാണ്, മനുഷ്യരുടെ കൂടെ ജീവിച്ചത് കൊണ്ടാണ്, അവർക്ക് വേണ്ടി വർഗസമരം നടത്തിയത് കൊണ്ടാണ്, കർഷക സമരം നടത്തിയത് കൊണ്ടാണ്, മനുഷ്യന്റെ പ്രയാസങ്ങളിൽ നിന്നതുകൊണ്ടാണ്. പക്ഷെ ഇന്നത്തെ ഈ എന്താ പറയണ്ടത്, തെരുവിൽ കാണിക്കുന്ന ഈ തോന്നിവാസവും അക്രമവും അതുപോലെ തന്നെ നവമാധ്യമങ്ങളിലെ ഈ ഗുണ്ടാപ്പടയും CPM-നെ നാശത്തിലേക്കാണ് തള്ളിവിടുന്നത്. ഇവരെ നിയന്ത്രിക്കാൻ ഞാനൊരു CPM നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. കമ്മ്യൂണിസം നിലനിൽക്കണം, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം നിലനിൽക്കണം സാധാരണക്കാരന് വേണ്ടി. അതിവിടെ ഉണ്ടെങ്കിൽ അത് ഒരുപാട് ഗുണങ്ങളുണ്ട്, അത് ഇല്ലാതൊന്നും നിഷേധിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ ഭരണരംഗത്ത് അവർക്ക് കഴിവില്ലായ്മയുണ്ട്. കാരണം ഒരു ദീർഘവീക്ഷണത്തോടു കൂടി നാടിന്റെ വികസന രംഗത്ത് അവർ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായ ഒരു മാറ്റം അവർക്ക് ഉണ്ടാവണം. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ നശിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല, പക്ഷെ നാശത്തിലേക്ക് തള്ളിവിടുന്നത് നവമാധ്യമങ്ങളിലെ ഇടപെടലുകൾ കൂടിയാണ്. അപ്പൊ ഞാൻ ഈ പോസ്റ്റ് ഇട്ടു.
അത് പിണറായി വിജയൻ ഇത്രയും കാലം ചോദിച്ചൊരു ചോദ്യം. അപ്പൊ പിണറായി വിജയൻ കുറേ ന്യായീകരിക്കുന്നുണ്ട്. എൻ്റെ മകൾക്ക് നേരെയാണ്, അതുപോലെ തന്നെ ഇത് പിന്നെ അന്വേഷണം നടക്കുകയാണ്, എനിക്കെതിരെ FIR ഇല്ല എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ സിമ്പിളായി ചോദിക്കുന്നു, മടിയിൽ കനമില്ലാത്തവൻ വഴിയിൽ ഭയക്കുന്നത് എന്തിന്? ഒറ്റ ചോദ്യം. വഴിയിൽ ഭയക്കേണ്ട കാര്യമില്ലല്ലോ, അന്വേഷണത്തെ തടസ്സപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. വളരെ പെട്ടെന്ന് നമ്മളൊരു 10 മണിക്കൂർ നിന്ന് പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ ഒരു രത്നച്ചുരുക്കമാണ് ഒരു പോസ്റ്റ് കാർഡിൽ നമ്മൾ സിമ്പിളായി ചോദിക്കുന്നത്. ചോദ്യം ജനം ഏറ്റെടുക്കുകയാണ്, അത് ജനം ഷെയർ ചെയ്യാണ്, ജനം അതിനോട് പ്രതികരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതിന് മറുപടി ഇല്ലാതെ വരുമ്പോഴാണ് CPM-ന്റെ ഈ സൈബർ ഗുണ്ടകൾ അവർ ഈ രീതിയിൽ ആക്ഷേപവും അവഹേളനവും ഭീഷണിയുമായിട്ട് കടന്നു വരുന്നത്. അതായത് അതിലൊന്നും പ്രയാസമില്ല, ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ശ്രീ റഷീദ് ഇപ്പോൾ നിലവിൽ KC വേണുഗോപാൽ സാറിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഒരു 10-12 വർഷം മുമ്പിലത്തെ ഒരു കാര്യം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. എൻ്റെ വിവാഹത്തിന് ശ്രീ KC വേണുഗോപാൽ സാറ് പങ്കെടുത്ത അവസരത്തിൽ ശ്രീ VP അബ്ദുൾ റഷീദ് അന്ന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ബാലവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ജില്ലാ ചെയർമാൻ ആയിരുന്നു എൻ്റെ ഒരു ധാരണ. അപ്പോൾ ആ ഒരു ചടങ്ങിൽ ശ്രീ റഷീദും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിക്കുന്ന അവസരത്തിൽ അന്നത്തെ ഇപ്പോഴത്തെ KPCC-യുടെ ട്രഷറും അന്നത്തെ DCC ട്രഷറുമായിരുന്നു ശ്രീ VA നാരായണേട്ടൻ റഷീദിനെ കൈ പിടിച്ചുകൊണ്ട് ശ്രീ KC വേണുഗോപാൽജിയുടെ എടുത്തിട്ട് ഇത് നമ്മുടെ മുത്താണ്, നമ്മുടെ ചെറുപുഴയുടെ പ്രതീക്ഷയാണെന്ന് പറഞ്ഞ സമയത്ത് KC വേണു ഇന്നും ആ ഫോട്ടോ എൻ്റെ കൈവശമുണ്ട്. ശ്രീ VP അബ്ദുൾ റഷീദിനോട് പറയുന്നുണ്ട്, നിൻ്റെ പ്രസംഗമല്ല ഞാൻ കാണാറുണ്ട്, നീ ഒരു ഭാവിയിലെ എന്നാ പറയേണ്ടത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരു അസറ്റാണ്, നീ ഒരു നല്ലൊരു നേതാവായി വരും എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്. അത് ശ്രീ റഷീദിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. തീർച്ചയായും അത് ഓർമ്മയുണ്ട്. ആ ഒരു പിന്തുണയും പ്രോത്സാഹനവും കഴിഞ്ഞ ഈ 10-15 വർഷങ്ങൾക്കിടയിൽ പലതവണ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ പറയുന്ന പോലെ എൻ്റെ കല്യാണത്തിനും ഡൽഹിയിൽ നിന്ന് കല്യാണത്തിനായിട്ട് വന്നിട്ടുണ്ട്. അത് വലിയൊരു അനുഭവമായിരുന്നു. അവസാനം ചടങ്ങിന് എത്താൻ പറ്റാത്തത് കൊണ്ട് ഇന്ന് ഗുരുവായൂരും കൂടെ പോയി അദ്ദേഹം രാത്രിയിലാണ് വീട്ടിൽ വന്നത്. അത് ആ ആത്മബന്ധം പല ഘട്ടത്തിലും തളിപ്പറമ്പിൽ മത്സരിക്കാൻ അവസാന നിമിഷം അവസരം ധർമ്മടത്തേക്ക് മാറിയപ്പോൾ വിളിച്ച് എന്താ പറയണ്ടേ, ഒരു ആശ്വസിപ്പിക്കുന്ന പോലെ അദ്ദേഹം പറഞ്ഞു, എന്തായാലും പാർട്ടി ഇത് പരിഗണിക്കും എന്ന് പറഞ്ഞത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെയും കൂടെ തീരുമാനമായിരുന്നു. ഞാൻ മാറി നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ അല്ല, മത്സരിക്കണം എന്നുള്ള തീരുമാനം ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെയും കൂടെ തീരുമാനമായിരുന്നു. അത് പിന്നീട് ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഫോണിലാണ് ഇപ്പോഴത്തെ CM ബഹുമാനായ ശ്രീ VD സതീശൻ വിളിച്ച് അറിയിക്കുന്നത്. എന്തായാലും അദ്ദേഹം അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധി കണ്ണൂരിൽ വന്നപ്പോൾ 11 സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം എന്നെ കൈപിടിച്ച് രാഹുൽ ഗാന്ധിയുടെ അടുത്ത് കൊണ്ടുപോയി പരിചയപ്പെടുത്തുകയും ആ രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. റിസൾട്ടിന്റെ ആദ്യഘട്ടത്തിൽ ഒരു വേള ലീഡ് നേടുന്ന സമയത്ത് ഏറ്റവും ആദ്യം വിളിച്ച നേതാക്കന്മാരിലും ഒരാൾ അദ്ദേഹമായിരുന്നു. ഏത് തരത്തിലും പാർട്ടി കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച ഒരു നേതാവാണ്. ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ എവിടെ കാണുമ്പോൾ എത്ര പുറകോട്ട് നിന്നാലും, ഞാൻ പൊതുവെ അങ്ങനെ അടിച്ചു നിൽക്കാറില്ല, എത്ര പുറകോട്ട് നിന്നാലും പേരെടുത്ത് വിളിച്ച് കൈപിടിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു എന്താ പറയുക അങ്ങനെ കാരണം അദ്ദേഹത്തിന്റെ ഒരു പാരമ്പര്യം അതാണ്. ഈ കണ്ണൂർ ജില്ലയിൽ നിന്ന് പയ്യന്നൂർ കോളേജിൽ നിന്ന് പോയ ഒരാളാണ്, നാട്ടുകാരനാണ്. അദ്ദേഹത്തിന് അറിയാം പ്രവർത്തകരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആരെ എങ്ങനെ പരിഗണിക്കണം എന്നൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അത് വലിയൊരു കഴിവാണ് തീർച്ചയായും. ഏത് ആൾക്കൂട്ടത്തിന് ഇടയിൽ നിന്നും അത് നമുക്ക് വലിയ അഭിമാനമാണ്. ശ്രീ KC വേണുഗോപാലിനെ പോലെയുള്ള ഒരു നേതാവ് ഏത് ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നും പേരെടുത്ത് വിളിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ ഒരു അപാരമായ കഴിവാണ്. അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മശക്തി ഞാനത് ചിന്തിക്കാറുണ്ട്. എങ്ങനെ ഓരോരുത്തരെയും, അത് എന്നെ മാത്രമല്ല കേട്ടോ, നമ്മൾ അദ്ദേഹത്തിന്റെ അക്കാലത്തെ പയ്യന്നൂർ കോളേജിലെ സഹപ്രവർത്തകർ, കണ്ണൂർ ജില്ലയിലെ സഹപ്രവർത്തകർ, അത് ആലപ്പുഴയിലെ സഹപ്രവർത്തകർ, ഏത് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നും ഏതൊരു സാധാരണ പ്രവർത്തകനെയും പേരെടുത്ത് വിളിക്കാനും തിരിച്ചറിയാനും അവരെ ചേർത്ത് പിടിക്കാനും കാണിക്കുന്ന ഒരു നേതാവിൻ്റെ മനസ്സ്, അത് അപൂർവങ്ങളിൽ അപൂർവം ആളുകൾക്ക് മാത്രം കിട്ടുന്നതാണ്. തീർച്ചയായും ആ രീതിയിൽ നോക്കുമ്പോൾ ശ്രീ KC വേണുഗോപാൽ MP ഒരു കരുത്തനായ നേതാവാണ്, ശക്തനായ നേതാവാണ്. ഒരുപക്ഷെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഈ പാർട്ടിയോടുള്ള താല്പര്യവും പാർട്ടിക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനവും ത്യാഗവും തന്നെയാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏറ്റവും കരുത്തനായ നേതാവ് എന്ന നിലയിൽ ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നത്. തീർച്ചയായും KC വേണുഗോപാൽ MP വ്യക്തിപരമായും വളരെ അടുത്ത് ഞാനൊരു ബഹുമാനത്തോടെ ആദരവോടുകൂടി കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട നേതാവാണ്. വളരെ അടുത്ത ആത്മബന്ധം അദ്ദേഹവുമായി സൂക്ഷിക്കുന്നുണ്ട്.